ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ സയൻസിൽ ഇതാ ഓൾമോസ്റ്റ് അധികം ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആയിരുന്നു, കാരണം ഒരുപാട് സെപ്പറേഷൻ മെത്തേഡ്സ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഈ ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യനുമായിട്ടാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള മിക്ക മെത്തേഡ്സും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു വായിക്കണം. അപ്പൊ എന്തൊക്കെയാണ്? എ മിക്സ്ചർ കണ്ടെയ്നിങ് പൊട്ടറ്റോസ്, സോൾട്ട് ആൻഡ് സോഡസ്റ്റ് ഹാസ് ബീൻ ഗിവൺ ടു യു. അപ്പൊ 3 ആൾക്കാരുണ്ട് അല്ലെ. പൊട്ടറ്റോ ഉണ്ട്, സോൾട്ട് ഉണ്ട് ആൻഡ് സോഡസ്റ്റ്. ഇവര് 3ഉം കൂടെ ഉള്ള ഒരു മിക്സ്ചർ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. ഔട്ട്ലൈൻ എ സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ ഫോർ സെപ്പറേറ്റിംഗ് ഈച്ച് കമ്പോണന്റ് ഫ്രം ദിസ് മിക്സ്ചർ. അതായത് എന്താണ്, നിങ്ങളോട് ഏതെങ്കിലും ഒരാളെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനല്ല പറഞ്ഞത്, ഈ ഒരു മിക്സ്ചറിൽ നിന്ന് ഈച്ച് കമ്പോണന്റ് അല്ലെ, ഓരോ കമ്പോണന്റിനെയും നമുക്ക് എന്ത് ചെയ്തെടുക്കേണ്ടതുണ്ട്, നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരൊറ്റ സിംഗിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ 3 ആളുകളെയും കൃത്യമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റാന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാം, ഈ പൊട്ടറ്റോസ് കാണുന്ന സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും. യെസ്, യൂസ് ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് അല്ലെ. ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടു റിമൂവ് ദ പൊട്ടറ്റോസ് ഫ്രം ദ മിക്സ്ചർ. നമുക്ക് പൊട്ടറ്റോ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ, അതിന്റെ സൈസ് കൊണ്ടും അതിന്റെ കളർ കൊണ്ടും ഒക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡ് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ആ രീതിയിൽ നമ്മൾ ആദ്യം ആരെ സെപ്പറേറ്റ് ചെയ്തു, പൊട്ടറ്റോയെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അത് നമുക്ക് വലിയൊരു ഡിഫിക്കൽട്ട് പ്രോസസ് ആയിരുന്നില്ല അല്ലെ. ആൻഡ് സ്റ്റെപ്പ് 2 എന്തായിരിക്കും എടാ, ഇനി അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് ആരാണ്, പൊട്ടറ്റോ പോയി. പൊട്ടറ്റോ പോയാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സോൾട്ടും സോഡസ്റ്റും ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് രണ്ടും മിക്സ് ആയി പോയി. അവിടെ നമുക്ക് ഹാൻഡ് പിക്കിങ് യൂസ് ചെയ്യാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കില്ല അല്ലെ. സോഡസ്റ്റ്, സോൾട്ട് രണ്ടും ഈ പറയുന്ന രീതിയിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്, അവർ തമ്മിലാണ് മിക്സ് ആയി കിടക്കുന്നത്. എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു? അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള മിക്ക മെത്തേഡ്സും നമ്മുടെ മൈൻഡിലേക്ക് വരണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ആഡ് വാട്ടർ ടു ദ റിമൈനിങ് മിക്സ്ചർ. നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള നമ്മുടെ മിക്സ്ചറിലേക്ക്, ബാക്കിയുള്ള നമ്മുടെ മിക്സ്ചർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്, 2 ആളുകള്, സോൾട്ട് പ്ലസ് സോഡസ്റ്റ് അല്ലെ. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ മിക്സ് ചെയ്തു. ആൻഡ് വാട്ടർ മിക്സ് ചെയ്ത സമയത്ത് ഇവർ 2 പേരുമാണ് നമ്മളെ കയ്യിലുള്ളത്. അതിലേക്ക് നമ്മൾ വാട്ടർ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും the sawdust will float on the surface while the salt will dissolve in the water. yes, salt എന്ത് ചെയ്യും, നമ്മുടെ വാട്ടറിൽ ഡിസോൾവ് ആവും. നമുക്കറിയാം സോൾട്ട് സൊല്യൂഷൻ ഒക്കെ, നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് വാട്ടർ എടുത്ത് അതിലേക്ക് സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് സോൾട്ട് എടുത്ത് അതിലേക്ക് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സോൾട്ട് അതിനകത്ത് ഡിസോൾവ് ആവും അല്ലെ. അപ്പൊ സോൾട്ട് വിൽ ഡിസോൾവ് ഇൻ വാട്ടർ. പക്ഷെ നമ്മുടെ സോഡസ്റ്റ് ഡിസോൾവ് ആവോ, ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതല്ലേ, അത് ഡിസോൾവ് ആവാത്ത ആളാണ്. സോ അത് എന്ത് ചെയ്ത് കിടക്കാൻ തുടങ്ങും, നമ്മുടെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനായിട്ട് തുടങ്ങും അല്ലെ. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, യെസ്, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഫിൽട്രേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും ടു റിമൂവ് ദ സോഡസ്റ്റ് അല്ലെ, ടു സെപ്പറേറ്റ് ദ ഫ്ലോട്ടിംഗ് സോഡസ്റ്റ് ഫ്രം ദ എന്താണ് സോൾട്ട് ആൻഡ് വാട്ടർ. ഓക്കെ, സോൾട്ടും വാട്ടറും കൂടെ ഉള്ള ഒരു മിക്സ്ചർ ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. സോൾട്ട് സൊല്യൂഷൻ ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ആ ഒരു സൊല്യൂഷനിൽ നിന്ന്, സോൾട്ട് വാട്ടർ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽട്രേഷൻ വഴി നമ്മുടെ സോഡസ്റ്റിനെ ഫിൽട്ടർ ചെയ്തിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് പൊട്ടറ്റോ കിട്ടി, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, സോഡസ്റ്റ് കിട്ടി. അപ്പൊ ചിലപ്പോ നിങ്ങൾ വിചാരിക്കും, കംപ്ലീറ്റ് ആയല്ലോ, 2 പേരെയും എന്ത് ചെയ്തു, നമ്മൾ ഒഴിവാക്കി, മതിയോ, പോരാ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാ കമ്പോണന്റിന്റെയും വേണമായിരുന്നു. സോ ഫൈനലി നമുക്ക് ആരെ കൂടെ വേണം, സോൾട്ടിനെ കൂടെ നമുക്ക് വേണം. സോൾട്ടും വാട്ടറും അല്ല നമുക്ക് വേണ്ടത്, സോൾട്ട് മാത്രമാണ് അല്ലെ. സോ നമ്മൾ അവിടെ എഗെയിൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു മെത്തേഡും കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് അവർ ഫൈനൽ സ്റ്റെപ്പ് അല്ലെ. ടു സെപ്പറേറ്റ് ദ സോൾട്ട് ഫ്രം വാട്ടർ യൂസ് ഏതാണ്, ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ
ഇവാപറേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ പ്രോസസ്. എന്താണ്? നമ്മുടെ ആ വാട്ടർ എന്തായിട്ട് മാറുന്നു? വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു അല്ലെ. അപ്പൊ സോൾട്ട് സൊല്യൂഷൻ നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? ഹീറ്റ് ദ സോൾട്ട് വാട്ടർ സൊല്യൂഷൻ ടു ഇവാപറേറ്റ് ദ വാട്ടർ, ലീവിങ് ഏതാണ്? നമ്മുടെ സോൾട്ട് അല്ലെ, ലിവിങ് ബിഹൈൻഡ് ദ സോൾട്ട്. അപ്പൊ സോൾട്ടിനെ മാത്രം അവിടെ വെച്ചുകൊണ്ട് ആര് പോയിക്കോളും? നമ്മുടെ വാട്ടർ വേപ്പർ ആയിട്ട് പോയിക്കോളും. ദാറ്റ് ഈസ് ഇവാപറേഷൻ. അപ്പൊ ആ ഇവാപറേഷൻ നമ്മൾ എന്താണ് കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെ കിട്ടും? സോൾട്ടിനെ കിട്ടും. സോ ഫസ്റ്റ് നമുക്ക് പൊട്ടറ്റോ കിട്ടി, ദെൻ നമുക്ക് എന്താണ് സോഡസ്റ്റ് കിട്ടി, ആൻഡ് ഫൈനലി നമുക്ക് ആരെയും കിട്ടി? സോൾട്ടിനെയും കിട്ടി. സോ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? നമ്മളൊരു ഫിൽട്രേഷൻ മാത്രമല്ല അവിടെ യൂസ് ചെയ്തത്, ഹാൻഡ് പിക്കിംഗ് മാത്രമല്ല അവിടെ യൂസ് ചെയ്തത്, ഇവാപറേഷൻ മാത്രമല്ല ഇവിടെ യൂസ് ചെയ്തത്, പക്ഷെ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു? ചേർത്ത് അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ആ ഒരു സെപ്പറേഷൻ സാധിച്ചു അല്ലെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ആർ കോമൺലി സെപ്പറേറ്റഡ് യൂസിങ് ചേർണിംഗ് മെത്തേഡ് അല്ലെ. ഏതാണ്? ഓയിൽ ഫ്രം വാട്ടർ, സാൻഡ് ഫ്രം വാട്ടർ, ക്രീം ഫ്രം മിൽക്ക്, ഓക്സിജൻ ഫ്രം എയർ അല്ലെ. ഓക്സിജൻ ഫ്രം എയർ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ക്രീം ഫ്രം മിൽക്ക് ആണ് അല്ലെ. മിൽക്കിൽ നിന്ന് ക്രീം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചേർണിംഗ് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദ പ്രോസസ് ഓഫ് ചേർണിംഗ് കേർഡ് യൂസിങ് എ ബിഗ് എന്താണ് ചേർൺ ഔട്ട് ടു സെപ്പറേറ്റ് ബട്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇൻ ദിസ് പ്രോസസ് ദ ബട്ടർ ബീയിങ് ലൈറ്റർ ഫ്ലോട്ട്സ് അറ്റ് ദ ടോപ്പ് ആൻഡ് വൈൽ ദ ബട്ടർ മിൽക്ക് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. സോ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, പക്ഷെ ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ആൻസർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് സൂപ്പർ അല്ലേ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരിക്കുക. അപ്പൊ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.